ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണണം. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം മേലോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ കയറി സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈക്രോസെഫാലിനെ കുറിച്ചിട്ടാണ്. അപ്പം മൈക്രോസെഫാലിനെ കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടി മൈക്രോസെഫാലിയാണ്. എന്താണ് മൈക്രോസെഫാലി? അപ്പം അത് വരാനുള്ള കാരണങ്ങൾ എന്ത്? അത് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കണ്ടീഷൻസ് എന്തായിരിക്കും? അപ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടിയുടെ സ്റ്റേജസ്, കുട്ടിയുടെ ഓരോരോ ആക്ടിവിറ്റീസ്, കുറേ മൈൽ സ്റ്റോൺസ് എല്ലാം ഉണ്ടല്ലോ. ഒരു കുട്ടിയാകുമ്പം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മൈക്രോസെഫാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നിലുള്ള വീഡിയോയിൽ. കുട്ടിയുടെ സാധാരണ രീതിയിൽ ഒരു കുട്ടിക്ക്, അത് ആൺകുട്ടിയാണെങ്കിൽ 36 സെൻറ്റിമീറ്റർ വേണം കുട്ടിയുടെ തല മിനിമം. പെൺകുട്ടിയാണെങ്കിൽ 34 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മളെ തലൻ്റെ ചുറ്റളവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ബാക്ക് സൈഡിൽ നിന്ന് ഇവിടം വരെയുള്ള അളവിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിലും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം. നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മലയാളത്തിൽ. എന്നുവെച്ചാൽ നമ്മൾ ഈ മൈക്രോസെഫാലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല, മറ്റുള്ള ലാംഗ്വേജസ് അറിയണമെന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മൈക്രോസെഫാലിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിത് എൻ്റെ കുട്ടിക്ക് മൈക്രോസെഫാലി ആയ സമയത്ത് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും കണക്ഷൻ വരും. എന്തിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ സെർച്ച് ചെയ്യും. അപ്പം ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് സെർച്ചിങ്ങിൽ എനിക്ക് ഒരു എന്താ പറയേണ്ടത്, മൈക്രോസെഫാലി ഇൻ മലയാളം അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ പിന്നെ സെർച്ച് ചെയ്യുന്നല്ല. അത് നമ്മൾ ഇംഗ്ലീഷിൽ വീഡിയോസ് കാണാൻ ശ്രമിക്കണം എന്ന് നിർബന്ധമില്ല. ഇംഗ്ലീഷിൽ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. അപ്പം ആ ടൈമിൽ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായി. എന്താണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ പിന്നെ സിവിയർ ആയിട്ടുള്ള കേസസാണ് കണ്ടത്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ പോസിറ്റീവായിട്ടുള്ള കുട്ടികളെയും കാണാം, കുറച്ച് പ്രോഗ്രസ്സായി വരുന്ന കുട്ടികളെയും കാണാം, അതേപോലെ തന്നെ പ്രോഗ്രസ് ഇല്ലാത്ത കുട്ടികളെയും കാണാം. പക്ഷെ മൈക്രോസെഫാലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മലയാളത്തിൽ കൂടുതൽ വീഡിയോസും കാര്യമില്ല. കുറച്ച് ഡോക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പം മൈക്രോസെഫാലി മാത്രം, ഹൈഡ്രോസെഫാലി ഉണ്ട്, മാക്രോസെഫാലി, പിന്നെ തല വെളുപ്പുള്ള ഹൈഡ്രോസെഫാലി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നിലനിൽക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ആ കുട്ടികൾ തല ഇങ്ങനെ വളർന്ന് വരുമ്പോൾ അപ്പം അതിന് മാക്രോസെഫാലിക്കെല്ലാം സർജറിയെല്ലാം ചെയ്ത് കുറച്ച് ബെറ്ററായി വരുന്ന കുട്ടികളെല്ലാം ഉണ്ട്. പക്ഷെ മൈക്രോസെഫാലിക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ബേസിക്കലി പറഞ്ഞാൽ യാതൊരു ട്രീറ്റ്മെൻറ്റിൽ അവർ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മൈക്രോസെഫാലി വരാനുള്ള കാരണങ്ങൾ ജനറ്റിക്കലും എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് പിന്നെ മൈക്രോസെഫാലി ആകാൻ ചാൻസ് ഉണ്ട്. ജനറ്റിക്കൽ എന്ന് വെച്ചാൽ ഈ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മൈക്രോസെഫാലി ആവുക. അതേപോലെ തന്നെ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, മാൽ ന്യൂട്രീഷൻസ്, പിന്നെ അതേപോലെ ടോക്സിൻസ്. അതായത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാൽ ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഭിണിയായ സമയത്ത് കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്മോക്കിംഗ്, ആൽക്കഹോളിങ്, അങ്ങനെ കുറേ കണ്ടൻസ്. ഇതൊക്കെ കാരണം മൈക്രോസെഫാലി വരാനുള്ള സാധ്യതകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ മകൾക്ക് എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഞാൻ കൃത്യമായി ഫുഡെല്ലാം കഴിച്ച്, ഞാൻ നല്ല കൃത്യമായിട്ട് ഫുഡ് കഴിച്ച് കൃത്യമായ റൂട്ടീൻ ചെയ്ത് എല്ലാം ചെയ്ത് കാര്യമായിട്ട് എനിക്ക് മറ്റുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ BP ഉണ്ടായിട്ടില്ല, ഷുഗർ ഉണ്ടായിട്ടില്ല, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ ഡോക്ടർമാരും പിന്നെ ഞാൻ കുറേ വായിച്ചതിൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു തന്നെ, ഇതൊന്നും അല്ലാതെ നമ്മൾ പോലും അറിയാത്ത യൂട്രസിൽ വരുന്ന, അതായത് ഇൻഫെക്ഷൻസ് കുട്ടീനെ ബാധിക്കുക. എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻസ് നമ്മളെ യൂട്രസിൽ വന്ന് കുട്ടീനെ ഇൻഫെക്റ്റഡായി
ചെറിയ രീതിയിൽ ഇൻഫെക്റ്റഡായി. പക്ഷെ ഈ ഇൻഫെക്റ്റഡ് ആയതിൻ്റെ സിംറ്റംസ് ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും ഈ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് എനിക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. നോട്ടീസ് ചെയ്യേണ്ട രീതിയിൽ അസുഖങ്ങൾ, പ്രതിരോധ ശക്തി ആ സമയത്ത് കുറവായി ഇരിക്കുമല്ലോ ഓൾറെഡി. അപ്പം പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു തരത്തിലേക്ക് കുട്ടിയെ മാറാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോലും അറിയാത്ത ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ബാധിച്ചാൽ പോലും കുട്ടി ഇങ്ങനെ, അത് മൈക്രോസെഫാലിക്ക് ഇന്ന കാരണം എന്ന് എവിടെയുമില്ല. പിന്നെ ജനറ്റിക്സ് സ്റ്റഡീസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഈ ജനറ്റിക്സിൻ്റെ ഫൈനൽ റിസൾട്ടും കൺക്ലൂഷനിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ മനസ്സിലായില്ല, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് ഒന്നും വേണമെന്നില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ റീസൺസ് നമ്മളുടെ ബ്രെയിൻ ആ ടൈം കുട്ടിയുടെ ബ്രെയിനെല്ലാം വികസിച്ചിരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ മൈക്രോസെഫാലി ആവാം. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ മൈക്രോസെഫാലി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഐ കോണ്ടാക്ട്. എന്ന് വെച്ചാൽ 40 ദിവസം കഴിയുമ്പോൾ കുട്ടി ഐ കോണ്ടാക്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിലെങ്കിലും കുട്ടി ഐ കോണ്ടാക്റ്റിലേക്ക് വരണം. ഫസ്റ്റ് എൻ്റെ മോള് എന്താണ് ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും കുട്ടി ഐ കോണ്ടാക്റ്റിലേക്ക് വരണം എന്നൊന്നും നോക്കിയിരുന്നെങ്കിൽ. അപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഡീറ്റെയിൽഡായി. ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ചെവി ലോസാണ് കുട്ടിയുടെ. അപ്പോൾ 2 ഇത് വന്നു, മൈക്രോസെഫാലായിട്ട് വന്നു. പിന്നെ ഐ കോണ്ടാക്റ്റ്, ചെവി. പിന്നെ കുട്ടിക്ക് എന്താണ് നെക്ക് കൺട്രോളില്ല. ഓക്കെ, നെക്ക് കൺട്രോളില്ലെങ്കിൽ ഒബ്വിയസ് ആയിട്ട് സിറ്റിംഗ് ഇല്ല, വാക്കിംഗ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് സ്പീച്ചാണ്. സ്പീച്ചില്ല. അപ്പോൾ ഇപ്പം 5 വർഷമായി. ഈ ഒക്ടോബർ 13 എന്നാൽ എൻ്റെ ഐസമ്മോളെ ബർത്ത്ഡേ ആണ്. അപ്പം 5 വർഷവും കൊണ്ട് ഒരു ഉമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ഉമ്മ എന്ന് വിളിക്കണം എന്ന്. പക്ഷെ എൻ്റെ മോള് ഉമ്മ എന്ന് ഇതുവരെയായിട്ട് വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും വിളിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് അമ്മമാർക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ മൈക്രോസെഫാലിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിപ്പം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ അമ്മമാർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഇത് അതിജീവിക്കണം, എങ്ങനെ ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്യണമെന്നും എന്താണ് അതിൻ്റെ റീസൺസ് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ നോളജ് നമുക്കതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉപകാരപ്പെടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. കമ്മിങ് സൂൺ നെക്സ്റ്റ് ഡേ.